പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചാണ്. അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവ് റോയൽ റംബിളിന് മുൻപേ WWE നടത്താൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അലക്സ ബ്ലിസും WWEയും തമ്മിലുള്ള കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്താത്തത് കൊണ്ടാണ് അവർ ബ്ലിസിൻ്റെ റിട്ടേൺ കുറച്ച് വൈകിപ്പിച്ചത്. ഇന്നത്തെ റോയൽ റംബിളിൽ ആദ്യം ബ്ലിസ് ഒന്നും വരില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. കമൻറ്റേറ്ററായ മൈക്കിൾ കോളും ഇൻ്റർനെറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയല്ല നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അലക്സ ബ്ലിസിൻ്റെ സമയത്ത് ഇൻ്റർനെറ്റിൽ വാർത്തകൾ പങ്കുവെക്കുന്നതിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലക്സ ബ്ലിസിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അലക്സ ബ്ലിസ് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മൾട്ടി ഇയർ കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അതിന് പ്രകാരമാണ് ബ്ലിസിൻ്റെ റിട്ടേൺ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ വുമൻസ് റോയൽ റംബിൾ മത്സരത്തിലൂടെ നമുക്കിന്ന് കാണാൻ സാധിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് റാൻഡി ഓർട്ടനെ നമുക്ക് ഇന്നത്തെ മെൻസ് റോയൽ റംബിളിൽ കാണാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതിന് കുറച്ച് പോയിന്റുകളാണ് പങ്കുവെക്കാനുള്ളത്. ഒന്നാമത്തേത് മെൻസ് റോയൽ റംബിളിൽ റാൻഡി ഓർട്ടനെ കൊണ്ടുവന്നാൽ റാൻഡി ഓർട്ടനെ അവർ വിജയിപ്പിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് റാൻഡി ഓർട്ടൻ്റെ മൊമെൻറ്റത്തെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം സ്റ്റോറി ലൈൻ പ്രകാരം ഇഞ്ചുറി ആയിട്ട് മാറി നിൽക്കുന്ന റാൻഡി ഓർട്ടൻ തിരികെ വരുമ്പോൾ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റ് റാൻഡിയുടെ ഭാഗത്ത് നിന്ന് കാണണം, അല്ലെങ്കിൽ അത്ര വലിയൊരു സെഗ്മെൻറ്റ് അവർ കാണിക്കണം. അതൊന്നും കാണിക്കാതെ അവർ ഡയറക്റ്റ് മെൻസ് റോയൽ റംബിളിൽ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് റാൻഡി ഓർട്ടനെ കൊണ്ടുവന്ന് അവസാനം റാൻഡി ഓർട്ടൻ എലിമിനേറ്റ് ചെയ്തു പോകുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചാൽ ഇപ്പോൾ ലഭിക്കുന്ന റാൻഡി ഓർട്ടൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്ന കൂട്ടുകാരടക്കം റാൻഡി ഓർട്ടനെ മോശമായി തരം താഴ്ത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. അത് റോയൽ റംബിളിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവ് അവർ കാണിച്ചില്ല. കൂടാതെ റാൻഡി ഓർട്ടൻ്റെ സ്റ്റോറി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കെവിൻ ഓവൻസിന് എതിരെയാണ്. കെവിൻ ഓവൻസ് ആണെങ്കിൽ മെൻസ് റോയൽ റംബിളിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം കോഡി റോഡ്സിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന് ലാഡർ മത്സരത്തിൽ ചലഞ്ച് ചെയ്തു, അതിൽ പരാജയപ്പെട്ടു. അങ്ങനെയുള്ള കെവിൻ ഓവൻസിനെതിരെ സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും റാൻഡി ഇനി തിരികെ വരിക. അപ്പോൾ ആ ഒരു റിട്ടേൺ റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിളിൽ വെച്ച് നടത്തിയാൽ ലോജിക്കില്ലാത്ത ഒരു കാര്യമായിരിക്കും. മറ്റൊരു പോയിന്റ്, റാൻഡി ഓർട്ടൻ ആ പൈൽ ഡ്രൈവർ എന്ന് പറയുന്ന മൂവിൽ സംഭവിച്ച ഇഞ്ചുറി ഇപ്പോഴും സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇഞ്ചുറി കുറച്ചും കൂടി സീരിയസ് ആണ് എന്നുള്ളത് അവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ അവർ മെൻസ് റോയൽ റംബിളിലും നടത്താത്തത്. കൂടാതെ മെൻസ് റോയൽ റംബിളിൽ റാൻഡി ഓർട്ടൻ തിരികെ വരികയാണെങ്കിൽ റെസ്ൽമേനിയയിലേക്ക് വേണ്ടി അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബിഗ് സ്റ്റോറി ഉണ്ട്. അത് ഒന്നെങ്കിൽ റാൻഡി വേഴ്സസ് കോഡി അല്ലെങ്കിൽ റാൻഡി വേഴ്സസ് ഓവൻസ്, ആ ഒരു സ്റ്റോറിയിലേക്ക് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ റാൻഡി ഇപ്പോൾ തിരികെ വന്നാൽ ഇവർക്ക് ഈ ഒരു സ്റ്റോറി പെട്ടെന്ന് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ആവർത്തിച്ചിട്ടുള്ള സെഗ്മെൻറ്റുകൾ തന്നെ കാണിച്ചിങ്ങനെ വലിച്ചു നീട്ടേണ്ടി വരും. അതും റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ ഒന്ന് പിടിച്ചു നിർത്തുന്നതിൽ പോയിന്റ് എന്ന് പറയേണ്ടി വരും. അതായത് റാൻഡി ഓർട്ടൻ ഇനി ഇപ്പോൾ എലിമിനേഷൻ ചേംബർ പോലെയുള്ള ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ആണ് തിരികെ വരുന്നത് എന്നുണ്ടെങ്കിൽ റെസ്ൽമേനിയയിലേക്ക് വേണ്ടി റാൻഡി വേഴ്സസ് കോഡി അല്ലെങ്കിൽ റാൻഡി വേഴ്സസ് ഓവൻസ്, ആ ഒരു സ്റ്റോറി അവർക്ക് പെട്ടെന്ന് കാണിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ റോയൽ റംബിളിൽ വന്നു റാൻഡി ഓർട്ടൻ പിന്നീട് സ്മാക്ഡൗണിൽ പോയി കെവിൻ ഓവൻസിനെ ചലഞ്ച് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ കോഡി റോഡ്സിനെ ചലഞ്ച് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തു വരുന്നു. പിന്നീട് അവർക്ക് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരേപോലെയുള്ള സെഗ്മെൻറ്റുകൾ കാണിക്കേണ്ടി വരും. അപ്പോൾ അതും റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാതിരുന്നതിന് ഒരു കാരണമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവ് നടക്കാതിരുന്ന പോയിന്റുകൾ. ഇതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പ്രതികരണം രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ്, റോമൻ റീൻസ് അദ്ദേഹത്തിൻ്റെ കസിനായ മെൻസ് റോയൽ റംബിൾ 2025 വിജയിച്ച ജെ ഊസോയുടെ വിജയത്തിനോട് അനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പ്രതികരണത്തെ സംബന്ധിച്ചാണ്. ഈറ്റ് എന്ന് എക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ റോമൻ റീൻസ് ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ജെ ഊസോയെ അഭിനന്ദിക്കുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത്തരത്തിലുള്ളൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ജെ ഊസോയാണ് 2025 മെൻസ് റോയൽ റംബിളിൽ വിജയിച്ചത്. റോമൻ റീൻസും അതിലെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അവസാന 6 താരങ്ങളിൽ റോമൻ റീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ റോമൻ റീൻസിനെ CM പങ്കൊക്കെ ചേർന്ന് പുറത്താക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജെ ഊസോ അവസാനം ജോൺസണിയെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് വിജയിച്ചത്. സ്വന്തം കസിനായ ജെ ഊസോ വിജയിച്ചതിലുള്ള സന്തോഷമാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ റോമൻ റീൻസ് അറിയിക്കുന്നത്. റോമൻ റീൻസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത്, റോമൻ റീൻസിൻ്റെ സ്റ്റോറി ഇനി എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് ഇനി വരുന്ന വീഡിയോയിലൂടെ പങ്കുവെക്കാം.
നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് മെൻസ് റോയൽ റംബിളിലെ ഏറ്റവും വലിയൊരു സർപ്രൈസ് ആയിട്ട് നടന്ന ഒരു മൊമെൻറ്റ് ഐഷോ സ്പീഡ് എന്ന് പറയുന്ന സെലിബ്രിറ്റി യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് ആയിരുന്നു. അക്കീറ ടൊസാവ എന്ന റെസ്ലറിന് പറ്റിയ ഒരു റീപ്ലേസ് ആയിട്ടാണ് ഈ ഐഷോ സ്പീഡിനെ അവർ മെൻസ് റോയൽ റംബിളിലേക്ക് കൊണ്ടുവന്നത്. ട്രിപ്പിൾ എച്ച് ആണ് സ്പീഡിനോട് ആ ഒരു മെൻസ് റോയൽ റംബിളിൽ പങ്കെടുക്കാൻ പറയുന്നത്. ആദ്യം പോയി ബ്രോൺ ബ്രേക്കറിനെ സഹായിച്ച് ഓട്ടിസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പങ്ക് പറ്റാൻ സ്പീഡിനെ സാധിച്ചു. അതേ ബ്രോൺ ബ്രേക്കർ തന്നെ സ്പീഡിനെ പിന്നീട് എലിമിനേറ്റ് ചെയ്യുന്നതാണ് സാധിച്ചത്. എന്നാൽ ഈ താരത്തിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റി തൊലി പോയിരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഫുട്ടേജ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. താരത്തിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫോട്ടോയും ബാക്ക് സ്റ്റേജിൽ നിന്ന് ഐഷോ സ്പീഡ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുന്നു. സ്പീഡ് ഇനിയും WWE അപ്പിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ റസൽമീനിയയോട് അനുബന്ധിച്ച് താരത്തെ പ്രതീക്ഷിക്കാം. അഞ്ചാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ജോൺസിനയെ സംബന്ധിച്ചാണ്. ജോൺസിനയുടെ നെക്സ്റ്റ് അപ്പിയറൻസിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ജോൺസിന പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ജോൺസിന എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ എലിമിനേഷൻ ചേംബർ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള ജോൺസിനയുടെ അപ്പിയറൻസും ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ആയിരിക്കും എന്നുള്ളതും സീന സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ഈ റോയൽ റംബിൾ ഇപ്പോൾ കഴിഞ്ഞു. അതിന് ഇനി എലിമിനേഷൻ ചേംബർ വരെയുള്ള കുറച്ച് വീക്കിലി എപ്പിസോഡ്സ് ഉണ്ട്. ആ വീക്കിലി എപ്പിസോഡ്സിലൊന്നും സീന അപ്പിയർ ചെയ്യില്ല എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഹംഗറി എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് നടക്കുന്ന സിനിമ ഷൂട്ടിങ്ങിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടി ഭാഗങ്ങൾ ചിത്രീകരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എലിമിനേഷൻ ചേംബറിൽ മാത്രമായിരിക്കും താൻ വരിക. തൻ്റെ എതിരാളികൾ ഒരുങ്ങിയിരുന്നോളൂ എന്നാണ് സീന പറഞ്ഞിരിക്കുന്നത്. സീന ഫുൾ ടൈം കരിയറിലൂടെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ടൂറിൽ WWE ഒപ്പം ഉടനീളം ഉണ്ടായിരിക്കുമെന്നാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട എപ്പിസോഡിലും റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലുമാണ് നമുക്ക് ഇതുവരെ സീനയെ കാണാൻ സാധിച്ചത്. ഇനിയിപ്പോൾ ഇതാ പറയുന്നു എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരത്തിൽ മാത്രമായിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ സീന ഫുൾ ടൈം ഉണ്ട് എന്ന് പറയുമ്പോഴും ഫുൾ ടൈം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളൊരു നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് കൂടി പങ്കുവെക്കാനുണ്ട്. ആറാമത്തെ അപ്ഡേറ്റ് മെൻസ് റോയൽ റംബിൾ വിജയിച്ച ജെ ഊസോ ആരെ തിരഞ്ഞെടുക്കുമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത നൽകിയിട്ടുണ്ട്. അത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്ദറിനെ ആയിരിക്കും എന്നുള്ളതും ജെ ഊസോ വ്യക്തമാക്കിയിട്ടുണ്ട്. റോയൽ റംബിളിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡിലടക്കം ജെ ഊസോ ഗിന്ദറിനെ ആയിരിക്കും വിജയിച്ച് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വിജയിച്ചതിന് ശേഷം ഗിന്ദറിനെതിരെയുള്ള വെല്ലുവിളി താരം വിജയിച്ച ആ ഒരു സെലിബ്രേഷന് ഇടയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഷോ പ്രസ് കോൺഫറൻസിലും ജെ ഊസോ ഗിന്ദറിനെതിരെ താൻ റസൽമീനിയയിൽ ചലഞ്ച് ചെയ്യും എന്നാണ്. ഗിന്ദറിനെ തനിക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും, ഗിന്ദറിൽ വിള്ളലുണ്ടാക്കാൻ തനിക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗിന്ദറിനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ജെ ഊസോ പങ്കുവെക്കുന്നത്. ഗിന്ദർ വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറിച്ച് കോഡി റോഡ്സിനെ ജെ ഊസോ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക, അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിൾ മത്സരം കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ആരാധകർക്കിടയിൽ ഇപ്പോൾ മെൻസ് റോയൽ റംബിളിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകളാണ് ഒറ്റയടിക്ക് പുറത്തേക്ക് വന്നത്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായം റോയൽ റംബിളിൽ പങ്കെടുത്ത റെസ്ലേഴ്സിൻ്റെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ജെ ഊസോ വിജയിച്ചതിലല്ല, ഒരു റെസ്ലർ റോയൽ റംബിളിൽ പങ്കെടുത്ത റെസ്ലർ അത് അദ്ദേഹം മാത്രം ഓവറായിട്ട് നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചധികം സ്പോട്ടുകൾ ഇട്ടു. അദ്ദേഹം മത്സരം ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മികച്ചതാക്കാനും അദ്ദേഹത്തിന് മത്സരത്തിൽ മികച്ചു നിൽക്കാനും ആരാധകർ അദ്ദേഹത്തെ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് പ്രവൃത്തികൾ ചെയ്തു. അത് കുറച്ച് റെസ്ലേഴ്സിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഡ്രൂ മാക്കിൻഡയർ എലിമിനേറ്റ് ചെയ്യപ്പെട്ടത് ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ബാക്ക് സ്റ്റേജിലേക്ക് പോയി വലിയ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കി. പിന്നീട് മത്സരം അവസാനിക്കുന്നതിന് മുൻപേ ആ സ്റ്റേഡിയം വിട്ടു പോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ റെസ്ലർ ആരാണെന്ന് ഒരു വെബ്സൈറ്റും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ആ പേര് അറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഈ റെസ്ലറിനെതിരെ നടപടികൾ എടുക്കാനും സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ആരാണ് ആ ഒരു റെസ്ലർ എന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആരുടെ പേരും ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. പക്ഷേ ഡ്രൂ മാക്കിൻഡയർ ഈ ഷോയിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം ഈ റെസ്ലർ കുറച്ചധികം ഓവറായിട്ട് പെരുമാറി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് തോന്നുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു റെസ്ലറിൻ്റെ പേര് മനസ്സിലേക്ക് വരുന്നുണ്ടോ? അത് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.